എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7 ഇനി ഏതാനും ആഴ്ചകൾ കൂടി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാരണം സീസൺ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാണാൻ പറ്റുക ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസും, അതുമാത്രമല്ല ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റുകളുടെ എന്തെങ്കിലും റീയൂണിയനോ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻറ്റുകളുടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റുകൾ പോകുന്ന പരിപാടികളിൽ എന്തായാലും നമ്മുടെ ഓൺലൈൻ മീഡിയാസുകൾ ചെല്ലാറുണ്ട്. കാരണം അവരുടെ ബൈറ്റുകൾ എടുക്കാറുണ്ട്. ആ ബൈറ്റുകൾ പല പല ചാനലുകളിൽ പല പല രീതിയിൽ പല പല തംബ്നെയിലുകളിലൂടെയും നമ്മളിലേക്ക് എത്താറുണ്ട്. ആ ഒരു വീഡിയോകളിൽ നിന്നും എനിക്ക് ഒരുപാട് കണ്ട സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യം ഒന്ന് ജസ്റ്റ് എല്ലാവരോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന ഒരു ഇതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അതായത് ബിഗ് ബോസിൻ്റെ പ്രീവിയസ് സീസണിലുള്ള കണ്ടസ്റ്റൻറ്റുകളായിക്കോട്ടെ, ഇപ്പം ജസ്റ്റ് ഇപ്പോൾ സീസൺ 7 എവിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളായിക്കോട്ടെ, അവരോടൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള മീഡിയ പ്രവർത്തകർ ചെല്ലുന്ന സമയത്ത് അവർ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് ഇതിപ്പം എല്ലാവരും കേരളത്തിലെ 3.5 കോടി അല്ലെങ്കിൽ 3.5 കോടിയിലധികമുള്ള ആളുകൾ കാണുന്നൊരു TV പ്രോഗ്രാമാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് PR എന്നൊരു ടാഗ് ലൈൻ കൊടുക്കാനാണ് എക്സ് കണ്ടസ്റ്റൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ PR ആയി മാറി, അല്ലെങ്കിൽ ആ ആളിൽ നിന്നും പൈസ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരാളുടെ വിജയത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടിനെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ് ഈ ഒരു എക്സ് കണ്ടസ്റ്റൻറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് PR എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് ഇച്ചിരി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും അവർ PR കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരും PR അല്ലല്ലോ. അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണ പ്രേക്ഷകരുണ്ട്. മനസ്സിലായോ? അപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് എന്താ, ഒരാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അതുപോലെ കമൻറ്റ് ഇട്ടുകൂടെ, അല്ലെങ്കിൽ ഇഷ്ടമായതുകൊണ്ട് കമൻറ്റ് ഇട്ടുകൂടെ? എല്ലാ കമൻറ്റിനെയും എന്തിനാണ് എക്സ് കണ്ടസ്റ്റൻറ്റുകൾ ഇതേപോലെ PR എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ റിവ്യൂ എടുക്കുന്ന ആൾക്കാരും അവർക്ക് എല്ലാം ജനറലൈസ് ചെയ്ത് PR എന്ന് പറയാം. പിന്നെ ആരാണ് ഈ ഓഡിയൻസ് എന്ന് പറയുന്നത്? ആരാണ്? ഇതിപ്പം നമുക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 50 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. ഈ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ പ്രൈസ് മണി പോലും നമുക്ക് മുഴുവൻ ആ വിജയിക്കുന്ന ആൾക്ക് കിട്ടത്തില്ല. കാരണം അതിൻ്റെ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ഒരു 35 ലക്ഷം രൂപ എല്ലാം കിട്ടുമായിരിക്കും. അപ്പോൾ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR ആകാനൊക്കെ എത്ര രൂപ ഈ ഒരു കണ്ടസ്റ്റൻറ്റ് കൊടുക്കേണ്ടി വരും? മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളോടുള്ള വിയോജിപ്പ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസൂയ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഈ എക്സ് കണ്ടസ്റ്റൻറ്റുകൾക്ക് ഇവരുടെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വിജയത്തിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സില്ലായ്മ.